ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് രാവിലെ ഗോതമ്പൊടിയും പഴവും വെച്ചിട്ടൊരു അട ഉണ്ടാക്കാം. അതിന് ഞാൻ വളരെ കുറച്ച് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2-3 ചെറിയ പഴമുണ്ട്, നമ്മുടെ വീട്ടിലെയാണ്. നമുക്ക് ഈ ഗോതമ്പൊടിയും പഴവും ലേശം ഉപ്പും നീരും കൂടി ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. ഞാൻ അടിച്ചോണ്ട് വരട്ടെ. പഴവും തേങ്ങയും ലേശം ഉപ്പുനീരും വെച്ച് ഈ വലുപ്പത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതിലൊട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമുക്കിനി ഒരു ഇല പറിച്ചുകൊണ്ട് വന്ന് അടയുണ്ടാക്കാം. 3 ഉണ്ടായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഇലയ്ക്കകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇതിനകത്ത് വെക്കാനായിട്ട് ഇത്രയും തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് പരത്തിയിട്ട് ഇതിനകത്തോട്ട് തേങ്ങ വെക്കാം. ഇങ്ങനെയാണ് പരത്തി എടുത്തിരിക്കുന്നത്. ഇനി തേങ്ങ വെക്കാം. ഇങ്ങനെ നാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ പുറത്ത് ലേശം പഞ്ചസാര ചേർക്കുന്നുണ്ട്. എനിക്ക് ഇച്ചിരി മധുരം വേണം, അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇഡലി പാത്രം വെച്ച് പുഴുങ്ങെടുക്കാം. പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ വേണം ഇത് വേകാൻ. മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ അട പുഴുങ്ങാൻ വെച്ചിട്ട്. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. നമ്മുടെ അടയൊക്കെ വെച്ചിട്ട് ഇപ്പൊ അരമണിക്കൂർ കൂടുതൽ സമയമായിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. ഇത് വാങ്ങിയെടുക്കാം. ഇത് നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല വാഴയിലയുടെ മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.